കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാനിത് തനിച്ചൊഴിക്കാൻ പാടില്ലല്ലോ. ചേട്ടാ, ഇവിടെ ഉറങ്ങിയല്ലോ. എന്താ ചെയ്യ? ഇത് പണഞ്ഞു പോവല്ലോ. അതിനും പെണ്ണെ ഒഴിക്കും വേണം. അതെ, എണ്ണ തീരെ പോകുമ്പോഴാണ് കിടന്നുറങ്ങുന്നേ. എഴുന്നേക്ക്, പിടിക്ക്. അതല്ല, എണ്ണ തീരാറായിരുന്നല്ലോ. വിളക്കെങ്ങാനും അണഞ്ഞു പോയാലോന്ന് വിചാരിച്ചിട്ടാ. വിളക്കണയാൻ പാടില്ല എന്ന് തിരുമേനി പറഞ്ഞാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ എഴുന്നേൽപ്പിച്ചത്. എന്നെ എണീപ്പിക്കോ? പിന്നെ എനിക്കതല്ലേ പണി. എല്ലാരും എത്തിയോ? പൂജയൊക്കെ നന്നായി നടന്നോ? എല്ലാം ഭംഗിയായി നടന്നു ഏട്ടാ. മോനും മരുമോളും അണയാവിളക്കും കത്തിച്ച് രാത്രി മുഴുവൻ അമ്പലത്തിൽ ഉറങ്ങാതിരിക്കുകയായിരുന്നു. കാലിൽ എന്താ പറ്റിയ മോളെ? അതിനെക്കുറിച്ച് എന്ത് പറയാനാടാ ദാസ? നിന്റെ ഇളയ മരുമോൾക്ക് ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിൽ എത്രത്തോളം ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതിന്റെ ഉദാഹരണമായത്. നിനക്ക് ഇരട്ടക്കുട്ടികളെ തന്നോളാവെന്ന് വാക്ക് തന്നില്ലേ? ആ വാക്ക് നിറവേറ്റാൻ വേണ്ടി വൈദേഹി എത്ര വലിയ വഴിപാടാ നടത്തിയെന്നറിയോ? വീണ്ടും അവളെ എടുത്ത് തലേ വെക്ക. മോൾ ഒറ്റയ്ക്ക് ശിവന്റെ വിഗ്രഹത്തിൽ 108 കുടം വെള്ളം എടുത്തുകൊണ്ട് വന്ന് അഭിഷേകം ചെയ്തു. അതിന്റെ പേരിൽ മോക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. അച്ഛനത് കണ്ടോ? ചോര. ഓം നമ ശിവായ, ഓം നമ ശിവായ. പറഞ്ഞാ മനസ്സിലാവില്ല. നീ അത് നേരിട്ട് കാണേണ്ടതായിരുന്നു. നമ്മുടെ ഭാഗ്യം തന്നെയാടാ വൈദേഹി. കുടുംബത്തിലേക്ക് കയറി വരുന്ന ഓരോ പെൺകുട്ടി ഇതുപോലെ ആ കുടുംബത്തിന്റെ നന്മയെപ്പറ്റി ചിന്തിക്കുന്നത് ആ കുടുംബത്തിലുള്ളവരുടെ മുജ്ജന്മ സുഹൃത. മറ്റെല്ലാരെക്കാളും ഭാഗ്യമുള്ളത് ദേവനാ. എല്ലാവർക്കും ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടില്ല. അത് സത്യം അച്ഛാ. എല്ലാവർക്കും ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയിരുന്നെങ്കിൽ പൂർവ്വജന്മത്തില് ദേവനെന്തോ വലിയ പുണ്യം ചെയ്തിട്ടുണ്ടാണ്. എന്നെ കുത്താൻ കിട്ടുന്ന ഒരവസരവും അജയം പാഴാക്കാറില്ല. എന്താ ഉർമിളേച്ചി, കാപ്പി കുടിച്ചില്ലല്ലോ? അല്ലെങ്കിൽ തന്നെ നല്ല ചൂടാ. എനിക്ക് കോഫി വേണ്ട.
നല്ല തണുത്ത മോരെടുത്തോണ്ട് വാ. എന്ത് ചെയ്യാനാ, ഇന്നലെ ഒരു ഗ്ലാസ് വെള്ളം പോലും ശരിക്കും കുടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അമ്പലത്തിൽ കിടന്ന് കറങ്ങുകാരുന്നില്ലേ, അതിൻ്റെ കൂടെ കാപ്പിയും കൂടി കുടിച്ചാൽ ശരിയാവില്ല. എനിക്കിത്തിരി മോരെടുത്തോണ്ട് വാ. ദേ ഇപ്പൊ കൊണ്ടുതരാം. മോര് മാത്രല്ല, ഊർമിളേച്ചി എന്ത് ചോദിച്ചാലും കൊണ്ടുതരും. എല്ലാരും നിന്നെ തലയിലെടുത്ത് വെച്ചിരിക്കല്ലേ. പക്ഷെ എനിക്ക് നീ പണിക്കാരിക്ക് തുല്യവാ. ഇനി എന്നെ പരിചരിച്ച് നീ മടുക്കും. വൈദേഹി, മോര് ചോദിച്ചിട്ട് എന്തായി? കേട്ട ഭാവമില്ലാതെ കേറിപ്പോയാൽ എങ്ങനെ? അതോ, ഇന്നലെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ ചേച്ചി. ഒരയൊഴിക്കാൻ മറന്നു. ഞാനിതേ ഇപ്പൊ ഒഴിച്ചു വെക്കാം. ഓറ വൈകുന്നേരത്തേക്ക് തൈരാവുമായിരിക്കും, അപ്പൊ കൊണ്ടുതരാം. നല്ല ചൂടില്ലാന്നല്ലേ ചേച്ചി പറഞ്ഞേ? അല്ല, ഇന്നലെ ഒന്നും കഴിക്കാത്തോണ്ട് വിനയനോട് പറഞ്ഞ 2-3 നാരങ്ങയും വാങ്ങാം. മോരിനകത്ത് നാരങ്ങ ഒഴിച്ച നല്ലതായിരിക്കും. ശരീരവും മനസ്സും ഒരുപോലെ തണുക്കും. ആ പറഞ്ഞത് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഇവക്ക് പറ്റിയ അനിയത്തെ തന്നെ കിട്ടിയിരിക്കുന്നേ. ആരോട് എങ്ങനെ സംസാരിക്കണമെന്നോ എന്ത് ഉത്തരം പറയണമെന്നോ വൈദേഹിയെ കണ്ട് പഠിക്കാൻ നോക്ക്. സത്യം എന്തുമ്മേ. അയ്യോ, അങ്ങനെ തുറച്ചു നോക്കല്ലേ ചേച്ചി. ഇന്ദുമ്മ പറഞ്ഞതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സത്യാണെന്നാ ഉദ്ദേശിച്ചേ. അതേ ഊർമിളേച്ചി, ദേ ഇപ്പൊ ഞാൻ ഉറയൊഴിച്ചു വെച്ചതേ ഉള്ളൂ. നീ പറഞ്ഞത് സത്യവാ, ഞാൻ പറഞ്ഞതിലും കാര്യമുണ്ട്. എനിക്ക് പറ്റിയ മരുമോള് തന്നെയാ. എന്നോടാണോടി നിന്റെ കളി? ഞാനൊന്ന് ആഞ്ഞു പിടിച്ചാ നിന്റെ പൊടി പോലും കാണില്ല. ഇന്ദു അമ്മ പറഞ്ഞത് കേട്ടിട്ട് നീ അത്രയ്ക്കങ്ങ് സുഖിക്കൊന്നും വേണ്ട. അതേ ഇന്ദു അമ്മയുടെ നാവ് കൊണ്ട് നിന്നെ ഞാൻ തള്ളി പറയിച്ചില്ലെങ്കിൽ എന്റെ പേര് ഊർമിളയെന്നല്ല. രാത്രി ശരിക്കും ഉറങ്ങാൻ പറ്റില്ല. കുറച്ചേരം കൂടി ഉറങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല. അമ്മേ, മൽഹാറിലെ വെൺമേഘമേ, വെൺപൂവലഴകായി പെയ്തു നീ. മണിമുത്തുകൾ നീ കോർത്തു, മഴവില്ലിനഴകായി നീ. മൽഹാറിലെ വെൺമേഘമേ, മഞ്ഞോലുമഴകായി പെയ്തു നീ. മണിമുത്തുകൾ നീ കോർത്തു, മഴവില്ലിനഴകായി നീ.
പറ്റി ദേവേട്ടാ? അയ്യോ, പൊട്ടിപ്പോയല്ലോ. ഒന്നും പറ്റില്ലല്ലോ. വേണ്ട മാഡം, മാഡം കിടക്കേന്ന് ഇറങ്ങണ്ട. മാളികപ്പുറത്ത് അമ്മ അവിടെ തന്നെ കിടന്ന് സുഖമായിട്ട് പള്ളി ഉറങ്ങിക്കോളൂ. അറിയാതെ ശല്യപ്പെടുത്തി പോയതാ. കിടന്നോളൂ. ദേവേട്ടാ, ഇന്നലെ ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല. അതിന്റെ ക്ഷീണം കൊണ്ട് അറിയാതെ കിടന്ന വഴിക്ക് ഉറങ്ങിപ്പോയി ദേവേട്ടാ. 108 പ്രാവശ്യം കുടം കൊണ്ട് അത്രയും പടികൾ കയറി ഇറങ്ങിയ ആളല്ലേ, അതും എത്ര ഈസി ആയിട്ട്. അങ്ങനെയുള്ള ആൾക്ക് ക്ഷീണം വരാമോ? അല്ല, ഞാൻ പോയി കഴിയുമ്പോ സുഖമായിട്ട് കിടന്നുറങ്ങാലോ. ആദ്യം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തേ. ചെയ്തിട്ട് ഈ ഫ്ലോറൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് വേണമെങ്കിൽ ഒരു സോങ്ങും പാടിക്കൊണ്ട് രണ്ടുപേർക്കും അങ്ങ് ഡാൻസ് ചെയ്യാം. എടിയടി, എന്താ ഇത്? സാരി എടുത്ത് കുത്തിക്കൊണ്ട് എങ്ങോട്ടാ? ശരിക്കും ഡാൻസ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കാണോ? അയ്യോ അല്ല ദേവേട്ടാ, ഇത് വൃത്തിയാക്കാൻ പറഞ്ഞില്ലായിരുന്നോ? അത് ചെയ്യാനായിട്ട്. നാടൻ കളിക്കാൻ പിന്നെ നിനക്ക് പറഞ്ഞു തരണ്ടല്ലോ. ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരട്ടെ. അപ്പോഴത്തേക്ക് ഇവിടെയെല്ലാം നല്ല ക്ലീൻ ആയിരിക്കണേ. ഓ, കൊള്ളാലോ. നല്ല വെടിപ്പായിട്ട് ക്ലീൻ ചെയ്തല്ലോ. എടി ഞാനിടുന്ന എന്റെ ഷർട്ടല്ലേ ഇത്? അതെന്താ അവിടെ ഇട്ടേക്കുന്നേ? ദേവേട്ടന്റെ ഷർട്ടാ, അതുകൊണ്ടല്ലേ ഞാൻ ക്ലീൻ ചെയ്തേ. എടി, എന്റെ ഷർട്ട് കൊണ്ട് നീ തറ തുടച്ചോ? ബുദ്ധിയില്ലാത്ത കഴുതേ. ദേവേട്ടനല്ലേ പറഞ്ഞ് കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും വൃത്തിയായിട്ട് ഇരിക്കണോന്ന്. താഴെ പോയിട്ട് പഴയ തുണിയെടുത്ത് വരാനുള്ള സമയമില്ലായിരുന്നു. നോക്കിയപ്പോ ദേവേട്ടന്റെ പഴയ ഷർട്ട് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അത് പഴയ ഷർട്ട് അല്ലടി, എന്റെ ഫേവറേറ്റ് ഷർട്ടായിരുന്നു അത്. അത് നശിപ്പിച്ച് കളഞ്ഞല്ലേ നീ? സത്യം പറ, നീ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നല്ലേടി? അതെനിക്കിപ്പോഴാ മനസ്സിലായത്. ദേവേട്ടൻ പറഞ്ഞത് അക്ഷരം പ്രതി ചെയ്തതല്ലേ? നിന്നോട് തർക്കിച്ച് ജയിക്കാൻ എനിക്കിപ്പോ താല്പര്യമില്ല. എന്താ കണ്ണും മിഴിച്ച് നിൽക്കുന്നേ? അയ്യോ, ദേവേട്ടൻ സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറി പറയാൻ പാടുണ്ടോ? ദേവേട്ടന്റെ ഷർട്ട് ഒന്ന് എടുത്തതിന് ഇപ്പൊ തന്നെ എന്തൊക്കെയാ പറഞ്ഞത്. ഇനി ഞാൻ വല്ലതും പറഞ്ഞിട്ട് വേണം എന്നോട് പോയി പുറത്തു കിടന്നോളാം പറയാൻ. സാരമില്ല, ദേവേട്ടൻ എന്ത് വേണേലും പറഞ്ഞു. ദേവേട്ടൻ പറയുന്നത് അക്ഷരം പ്രതി ഞാൻ കേൾക്കും. ഇവക്ക് ശരിക്കും ഒന്നും മനസ്സിലാവാത്താണോ, അതോ ഇനി ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ച് എന്നെ ഇവളൊരു മണ്ടനാക്കണോ? എന്താടാ, നടക്കുന്ന വഴിയിലാണോ സാധനങ്ങൾ ഇടുന്നത്? അറിയാതെ പറ്റിപ്പോയതാ, ക്ഷമിക്ക്. ഇനി ഇത് ആവർത്തിക്കില്ല. കാലെ കൊണ്ടിരുന്നെങ്കിൽ നിന്നെ. അമ്മേ, അമ്മ, അയ്യോ, അയ്യോ, ഇനി ഇത് ആവർത്തിക്കില്ല. എന്തിനാ നീ ആ പാവം മനുഷ്യനെ തല്ലിയത്? പണിക്കാരനെ തല്ലിയതിനും എക്സ്പ്ലനേഷൻ വേണോ അമ്മേ? പണിക്കാരും മനുഷ്യര് തന്നെയാ, അതോർമിള മറക്കരുത്. അയ്യോ, ആ ചേട്ടന്റെ നെറ്റിന്ന് ചോര വരുന്നു. ഇവിടെ ഇരിക്കേട്ടാ. അയ്യോ, അതൊന്നും വേണ്ട മോളെ, നിങ്ങളൊക്കെ ഇരിക്കുന്നിടത്ത്. അതൊന്നും സാരമില്ല, ചേട്ടൻ അങ്ങോട്ടൊന്നും ഇരുന്നേ. വേണ്ട, ഇരിക്കേട്ടാ. വേണ്ട. ഡമേ മാ.
വലിയ ആഴൊന്നുമില്ല, പെട്ടെന്ന് തുടങ്ങിക്കോളും. പേടിക്കണ്ട കേട്ടോ. നന്ദിയുണ്ട് മാഡം. ഞാൻ പോട്ടെ. കണ്ടോ, ഇതാണ് നീയും വൈദേഹിയും തമ്മിലുള്ള വ്യത്യാസം. അയാളുടെ തല തല്ലി പൊട്ടിച്ചതും പോരാഞ്ഞ് നീ അയാൾക്കിട്ട് തല്ലുകയും ചെയ്തു. പക്ഷെ വൈദേഹി അയാളുടെ മുറിവിന് മരുന്ന് വെച്ച് കെട്ടി. അത് പിന്നെ ചെയ്യുമല്ലോ, സ്വന്തം ഇനമല്ലേ. ഒരു പണിക്കാരന്റെ വിഷമം എന്താണെന്ന് പണിക്കാരിക്ക് മനസ്സിലാവുന്ന പോലെ എനിക്ക് മനസ്സിലാവില്ല. ഊർമിളെ, വൈദേഹിയെ വേണ്ടാത്തത് പറയരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. പിന്നല്ലാതെ എന്തായും തോന്നി. ഈ ചെറിയൊരു കാര്യം ഇവള് കാരണമല്ലേ ഇത്രയും വലുതായത്. അതിനിടയ്ക്ക് കുറച്ചായി ഇവളെ എന്നെയും ചേർത്ത് നിങ്ങൾ ഓരോന്ന് പറയുന്നു. ഇവിടിപ്പം ഞാനൊരു അധികപ്പറ്റായിരിക്കും. നീയും നല്ലതെന്തെങ്കിലും ചെയ്. അപ്പൊ നിന്നെ കുറിച്ച് എല്ലാവരും നല്ലതേ പറയൂ. ആരും ഒന്നും പറയണ്ടേ. നിങ്ങളുടെ ആരുടെ ഔദാര്യത്തിലല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഇതുപോലൊക്കെ തന്നെ അങ്ങ് കഴിഞ്ഞു പോയിക്കോളാം. മാറ്റം ഉണ്ടാവേണ്ടത് നിങ്ങൾക്കൊക്കെയാ. തെറ്റ് നീ ചെയ്തിട്ട് ഞങ്ങൾക്ക് മാറ്റം വേണോന്നോ? തെറ്റ് ചെയ്തത് നിങ്ങൾ തന്നെയാ റാസ്കൽ. തോന്നിയ പോലെ സാധനങ്ങൾ വാരി നടവഴിക്കിട്ടപ്പോ അതെന്തിനാണെന്ന് ഞാൻ ചോദിച്ചതിന് അവനെ പിടിച്ച് പുറത്താക്കാതെ പണിക്കാരന്റെ മുമ്പിൽ വെച്ച് എന്നെ നിങ്ങൾ അപമാനിച്ചില്ലേ? അപ്പൊ ആരാണാവോ മാറേണ്ടത്? തെറ്റ് തന്നെയാ. ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെച്ചെന്നിരിക്കും. ഒരു പണിയില്ലാതെ ഒരുങ്ങി ചമഞ്ഞ് നടക്കുന്നവരാ. ചുറ്റും എന്താ ഉള്ളതെന്ന് നോക്കി നടക്കേണ്ടത്. തെറ്റ് ചെയ്തതും പോരാ, അയാളെ തല്ലുകയും ചെയ്തിട്ട് മൂത്തവരുടെ നേരെ ലെക്ചർ ഒരു കാല് പോലും നിലത്തോട്ടെടുത്തു വെക്കാൻ പറ്റാത്തവനാണോ? എങ്ങനെ നടക്കണമെന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുന്നത്? എന്താ ഇത് ഊർമിളെ? പണിക്കാരനോട് തോന്നിയാസം കാണിച്ചതോ പോട്ടെ, നിനക്ക് സ്വന്തം ഭർത്താവിനെങ്കിലും ബഹുമാനിച്ചൂടെ? ഒരു പണിക്കാരന്റെ പേരും പറഞ്ഞ് അയാളുടെ ഭാര്യ അപമാനിച്ചതിൽ തെറ്റില്ലേ? സ്വന്തം വീട്ടിനകത്ത് വെച്ച് ഞാനൊരു വാക്ക് പറഞ്ഞാൽ അതും തെറ്റ്. അല്ലെങ്കിൽ തന്നെ ഇങ്ങനൊരുത്തന്റെ ഭാര്യയായി ജീവിച്ചോണ്ട് ഞാനെല്ലാം സഹിക്കുമ്പോ